സാംസങ്ങിന്റെ സാംസങ് F04 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ ഓഫർ പ്രൈസിംഗ് വരുന്നത് 7500 രൂപയാണ്. അതുപോലെ തന്നെ ഒറിജിനൽ വില ഫ്ലിപ്കാർട്ടിൽ കൊടുത്തിരിക്കുന്നത് 9500 എന്നാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് F04 എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ കാര്യങ്ങൾ 3 സെക്ഷനിലായിട്ടാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ 4GB റാമും 64GB ഇന്റേണലും വരുന്നുണ്ട്. ഓഫർ പ്രൈസിംഗ് ആയിട്ടുള്ള 7500 രൂപ പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഒറിജിനൽ പ്രൈസ് ആയിട്ടുള്ള 9500 രൂപ പ്രൈസ് റേഞ്ചിൽ അത് എടുത്തു പറയേണ്ട കാര്യമല്ല. അപ്പോൾ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓഫർ പ്രൈസിംഗിൽ അത് എടുത്തു പറയാം, പക്ഷേ ഒറിജിനൽ പ്രൈസിംഗിൽ അത് എടുത്തു പറയേണ്ട കാര്യമൊന്നുമല്ല, നോർമലായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഇതിൽ ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള 1 UI സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 13 സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊന്നും വലിയ പ്രശ്നമൊന്നും ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൽ 2 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ആൻഡ്രോയിഡ് 13 അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 14 അപ്ഡേറ്റും ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. സാധാരണ ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഫോണുകളിൽ അധികം സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ലഭിക്കാറില്ല. എന്നാൽ ഈ ഒരു ഫോണിൽ ലഭിക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് എടുത്തു പറയേണ്ട കാര്യത്തിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ ഫോണിൽ 6.5 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല. 7500 രൂപ പ്രൈസ് റേഞ്ചിൽ എന്തായാലും അത് കംപ്ലൈന്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ 9500 രൂപ പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിലൊക്കെ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. എന്നാലും HD റെസൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്നത് വലിയൊരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് വരുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈനൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. 7500 രൂപ പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാ ഫോണുകളിലും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ തന്നെയാണ് വരുന്നത്. 9500 രൂപ പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിലൊക്കെ പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഡിസൈൻ വരുന്നില്ല എന്നുള്ളത് ഒരു കംപ്ലൈന്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ എന്നുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് പറയാം. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ഈ ഫോണിൽ വരുന്നത്. 7500 രൂപ പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോണുകളിലും കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും വരുന്നില്ല. 9500 രൂപ പ്രൈസ് റേഞ്ചിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില ഫോണുകളിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യാത്തത് വലിയൊരു കംപ്ലൈന്റ് ആയിട്ട് പറയാനും പറ്റില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. എന്തായാലും ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ഓക്കെയാണ്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ കാണുന്ന ടൈപ്പ് ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഈ ഒരു ഫോണിലും വരുന്നുണ്ട്. 9500 രൂപ പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് പറയാം, പക്ഷെ ഒരിക്കലും ബെസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിലൊക്കെ കൂടിയ റിഫ്രഷ് റേറ്റോ അല്ലെങ്കിൽ പഞ്ചോൾ ഡിസൈനോ അല്ലെങ്കിൽ ഫുൾ HD റെസൊല്യൂഷനോ ഒക്കെ കിട്ടുന്നുണ്ട്. ബെസ്റ്റ് അല്ലെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാം. പിന്നെ ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 188 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 9.1 mm ആണ്. ഫോണിന്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അത് നോർമലാണ്. പിന്നെ ഈ ഫോണിന്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ജെയ്ഡ് പർപ്പിളും അതുപോലെ തന്നെ ഓപ്പൽ ഗ്രീനും. ഇനി പ്രോസസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ P35 എന്നുള്ള പ്രോസസറാണ് ഈ ഫോണിൽ വരുന്നത്. 7500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസർ തന്നെയാണ്. 9500 രൂപ പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് പറയാം. പിന്നെ ഇത് കുറച്ച് പഴയ പ്രോസസറാണ്. കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസറൊക്കെ അവർക്ക് ഉപയോഗിക്കായിരുന്നു. എന്തായാലും ഈ ഒരു പ്രോസസറാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രോസസർ എന്നുള്ള കാര്യം നമുക്ക് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. പക്ഷേ അത് ഒരിക്കലും ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം ഒരു 5G ഫോൺസും വരുന്നില്ല. ഇനി മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. 1 TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ റാം പ്ലസ് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. സിംഗിൾ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അത് നോർമലാണ്. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 13 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 2 മെഗാപിക്സൽ ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 5 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വലിയ തരക്കേടില്ല എന്ന് പറയാവുന്നതാണ്.
ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നില്ല. 7500 രൂപ പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യാത്തത് ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോണുകളിലും ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊന്നും വരുന്നില്ല. 9500 രൂപ പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിൽ മാത്രം ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇല്ലാത്തത് ഒരിക്കലും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാനും പറ്റില്ല. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബാറ്ററി എന്നുള്ള കാര്യവും നമുക്ക് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഒരു കാര്യം, ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നില്ല. 7500 രൂപ പ്രൈസ് റേഞ്ചിൽ അത് ഭയങ്കര വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നില്ല. എന്നാലും ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും വരുന്നുണ്ട്. പിന്നെ 9500 രൂപ പ്രൈസ് റേഞ്ചിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഇല്ലാത്തത് എടുത്തു പറയേണ്ട ഒരു നെഗറ്റീവ് തന്നെയാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ മിക്ക ഫോണുകളിലും നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഈ ഫോണിൻ്റെ വില വരുന്നത് 7499 രൂപയാണ്. പക്ഷേ അത് ഓഫർ പ്രൈസിംഗ് ആണ്. എത്ര ദിവസം ഈ ഒരു ഓഫർ പ്രൈസിംഗ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില കൊടുത്തിരിക്കുന്നത് 9499 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. ജനുവരി 12 മുതലാണ് ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പല ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിന് വരുന്നുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7500 രൂപ പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ലാത്ത ഒരു ഫോണാണ് സാംസങ് F04 എന്നൊക്കെ പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു സാംസങ്ങിൻ്റെ ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. 9500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഫിംഗർ പ്രിന്റ് സെൻസർ ഒന്നും വരുന്നില്ല. ബാക്കി ഫീച്ചേഴ്സ് ആവറേജ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സാംസങ് F04 എന്ന ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.